ഹലോ ഗൈസ്. ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് രാജസ്ഥാൻ ബിവാടിയിലാണ്. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് രാജസ്ഥാനിലെ ചിക്കൻ ഐറ്റംസ് ആണ്. അപ്പോൾ വെറും ചിക്കൻ അല്ല, ബട്ടർ ചിക്കൻ. അപ്പോൾ ചിക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് തിന്നാൻ പോകുന്ന സാധനത്തിന് വരുന്നത് ബട്ടർ ചിക്കൻ. അപ്പോൾ ബട്ടർ ചിക്കൻ. ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് രാജസ്ഥാൻ ബിവാടിയിലാണ്. അൽ ഫസൽ ഹോട്ടൽ. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഫുഡ്, എങ്ങനെയുണ്ട് സ്ഥലം? രാജസ്ഥാനിലെ ഏറ്റവും ഉള്ളേരിയാണ് സംഭവം അല്ലേ? അതെ, ഒരു ഇൻട്രസ്റ്റഡ് ഏരിയയാണ്. ഇവിടുത്തെ ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്ക സാധനം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആംബിയൻസ് കിട്ടില്ല ആംബിയൻസ് ആണ്. ഇതേപോലത്തെ സ്ഥലം രാജസ്ഥാനിൽ ഈ ഒരു ഏരിയയിൽ കിട്ടാന്ന് പറഞ്ഞ വലിയ സംഭവം. ഇവിടെ നമുക്ക് കഴിക്കാനായിട്ട് മജ്ലിസ് ഉണ്ട്, അതുപോലെ നല്ല നല്ല സീറ്റ് ഉണ്ട്, നല്ല ലൈറ്റ് ഉണ്ട്, സോഫ ഉണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം അവാദ് ഉണ്ട്, പിന്നെ നമ്മുടെ സുഹൃത്തായ വിഷ്ണുവിനെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് എങ്ങനെയുണ്ട്, എന്താ അവസ്ഥ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. രാജസ്ഥാനിലെ ഈ ഹോട്ടലിനെ പറ്റി 2 വാക്ക്. ഏരിയ ആയതുകൊണ്ട് തന്നെ ഇത്ര ഒരു സെറ്റപ്പില് അല്ലെങ്കിൽ ഇത്ര ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള വേറെ ഒരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഈ ഭാഗത്തൊന്നും ഇല്ല. എന്തുകൊണ്ടും നമ്മളെമാരുടെ മലയാളികൾക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ ഇത്ര ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടല് കിട്ടിയതിന് മഹാഭാഗ്യം, അതും ഈ ഏരിയയിൽ. സോ നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ സലാഡ് വന്നിട്ടുണ്ട്. സലാഡിനെ കുറിച്ച് പിന്നെ ഒന്നും പറയാനൊന്നുമില്ല, നമ്മള് സൂപ്പറാണ്. അങ്ങനെ എടുക്കുക, വേണമെങ്കിൽ ചമ്മന്തിയിലും നിൽക്കുക. അടി വെള്ള സാധനം എന്താടാ? എന്താ ക്യാരറ്റ് പോലത്തെ വന്ന സാധനം മുക്കി ചാമ്പിയൊക്കെ. എവിടെയോ എന്തോ ഒരു തകരാറ്. എന്തോ ഒരു വെള്ള സാധനം. കക്കരിക്ക സൂപ്പറാ. കക്കരിക്കിന്റെ അതേ ചോയ. കക്കരി പിന്നെ കക്കരിയല്ല, കക്കരിക്ക് നല്ല കക്കരിയുടെ ടേസ്റ്റ് ഉണ്ട്. മുള്ളങ്കി അങ്ങനെ പറയും. കേട്ടില്ല, നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ അത്. എൻ്റെ കൊണ്ട് വാങ്ങാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. ഉള്ളി അടിപൊളിയാ. ഉള്ളിക്ക് നല്ല ഉള്ളിയുടെ ടേസ്റ്റ് ഉണ്ട്, അതുപോലെ എല്ലാം അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഈ ചട്നി നല്ല ഉണ്ട് കേട്ടോ, അത് കൊണ്ട സാധനം. ഞാൻ കുടിച്ചാൽ പിന്നെ ഇവർക്ക് തിന്നാകില്ല. ഇത് കൊള്ള സാധനം. നമുക്ക് ഫുഡ് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങോട്ട്. ഓക്കെ, അപ്പം നമ്മളെ സാധനം എത്തിയിട്ടുണ്ട്. യെസ്, നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. എടാ തൊപ്പി മാറ്റടാ. ഇതാണ് സാധനം. തന്തൂരി റൊട്ടി ആൻഡ് ബട്ടർ ചിക്കൻ. Butter chicken is full of filled with butter. And this is very സംഭവമാണ്. അപ്പോൾ നമ്മളെ പ്ലേറ്റ് ഇടുന്നുണ്ട്. ഇങ്ങനെ കോരി എടുത്താൽ എടുക്കില്ല ബീറോ എടുക്കാണ്ട്. നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. ബട്ടർ ചിക്കൻ റൊട്ടി സാധനം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കാം. ആദ്യം അടുത്ത് സാധനം കാണിച്ചു കൊടുക്കുക പിള്ളേർക്ക്. യെസ്, ഇതാണ് ചിക്കൻ. എന്താല്ലേ ക്വാളിറ്റി. അപ്പോൾ ചില ആളൊരു വിചാരമുണ്ട് നോർത്തിൽ എന്ത് കിട്ടൂല, നോൺ വെജ് കിട്ടൂല. പക്ഷേ നോൺ വെജ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, എല്ലാം കിട്ടും. അതിന് പോത്ത് വേണോ? പോത്ത് കിട്ടും, പക്ഷേ പോകേണ്ട അടുത്ത് പോകണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സാധനം അങ്ങ് ഇടുന്നു. ഇതാണ് നമ്മുടെ റൊട്ടി. കിട്ടുന്ന സാധനം ഏതാ ഇതിങ്ങനെ വെക്കുന്നു. നമുക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ടേസ്റ്റ് അങ്ങ് ഇട്ടുക, ഇങ്ങനെ മുക്കുക, ഇങ്ങനെ തിന്ന. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകാൻ ഫസ്റ്റ് ടൈം ടേസ്റ്റാണ്. ജ്യൂസി കേട്ടോ, പറയും പോലെ ചിക്കൻ നല്ല വേറിട്ടൊക്കെയുണ്ട്. അതൊക്കെ എടുക്കാം, നല്ല ചൂടുണ്ട്. ബിസ്മില്ലാ.
എന്തായാലും കിണ്ണ ടേസ്റ്റ് അല്ലേ, കിടിലല്ലേ? കൃഷ്ണോട്ട് എന്താ പറയാനുള്ളത്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സൂപ്പറാണ്. സൂപ്പർ അല്ലേ? എരിവുണ്ട്. എരിവില്ലേ? 5 out of 4.9. ഫണ്ണാണ്. ഈ ഒരു ഏരിയയിൽ ഇത്ര നല്ല ടേസ്റ്റുള്ള സാധനം കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവം. അപ്പോൾ ഇതാ സാധനം. ഇനി ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുണ്ട്. മെനു എടുത്തു ഇല്ല, വെറൈറ്റി കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അതേപോലെ അഫോർഡബിൾ ആണ്, പ്രൈസൊക്കെ നല്ലതാണ്. നല്ല പ്രൈസ് അഫോർഡബിൾ ആയിട്ട് ഇത്ര ക്വാളിറ്റി ഫുഡ് വേറെ ഹോട്ടലൊന്നും ഇല്ല എന്നാണ് കണ്ടിടത്തോളം എല്ലാവരും പറയുന്നത് തന്നെയാണ്. അൽഫസൽ ഹോട്ടൽ. അൽഫസൽ പ്രൊമോഷനൊന്നും അല്ല, നമ്മളിത് ഇഷ്ടപ്പെട്ടുകൊണ്ട് കയറിയതാണ്. അത്യാവശ്യം സ്റ്റാൻഡേർഡ്, നല്ല വൃത്തിയുണ്ട് സ്ഥലം, നല്ല വൈബുണ്ട്. ഇത് തുടങ്ങിയിട്ട് കുറച്ചായിട്ടില്ല തോന്നുന്നു അല്ലേ? കുറച്ചായിട്ടുള്ളൂ, കഴിഞ്ഞ 2-3 മാസം മുന്നേ തുടങ്ങിയത്. സ്ഥലം വരുന്നത് കെഹ്റാണി വൈക്കി ഹോസ്പിറ്റൽ റോഡിൽ. അതുപോലെ സലാഡയാകുമ്പോൾ സലാഡും കൂട്ടി അടിക്കാം. ചട്നി എടുത്തോടാ. ഓഫ്, നമുക്കവിടെ വഹിക്കേണ്ടത് ആടെയും പോയി നോക്കണം. അല്ല എന്താ ഫുഡിൻ്റെ അവസ്ഥ? ആടെയും പോയിട്ട് ഗ്രില്ലഡ് ഐറ്റംസ് ആണ് കൂടുതലും. കബാബ്, തന്തൂരി, അഫ്ഗാനി തന്തൂരി, അതൊക്കെയാണ് പറയുന്നത്. നാളെ പുറത്ത് പോയാലോ? നോക്കാം. നോക്കിയൊന്നുമില്ല, ഫുഡാണ് നമ്മുടെ മെയിൻ. എന്താ പറയാ, ഫുഡ് കഴിഞ്ഞിട്ട് ഈടുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ഇതാ ഫുഡ്. അപ്പോൾ ഗൈസ്, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ട്, കൊട്ടലായിട്ടുണ്ട്. കിട്ടില്ല ഫുഡ്, നല്ല എരിവുണ്ട് കേട്ടോ. പക്ഷെ നല്ല കിട്ടില്ല ടേസ്റ്റ്. ഞാൻ പറയാം, കഴിഞ്ഞിട്ട് കോളങ്ങനെ കുടിച്ചാൽ സെറ്റ് ഒരു കോളയും കൂടി കുടിച്ചാൽ അല്ലേ? അടിപൊളി ഫുഡ്. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും അത്രത്തോളം തന്നെ ഉണ്ട്. പക്ഷെ എനിക്ക് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി കിട്ടില്ല. നല്ല ഫുഡ് ഈ ഒരു ഏരിയയിൽ. അതെ, അത് ശരി. ശരിയല്ലേ? വേറൊരു ഇത്ര നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇങ്ങനത്തെ ഒരു ഫുഡ് പറഞ്ഞിട്ടില്ല. ഒരു ആംബിയൻസ് നല്ല ടേസ്റ്റാണ്. ഇഷ്ണോട്ടാ എന്താ പറയാനല്ലേ? അപ്പോൾ ഗൈസ്, തിരിച്ചു പോകാൻ വേണ്ടി പോയത്. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് ഒരു ശർക്കര വെള്ളം കിട്ടി. നമ്മളെ കട പോവാണ്. വണ്ടി കിട്ടുമെന്ന് അറിയില്ല, ഏതായാലും നോക്കല്ലേ. വണ്ടികളൊക്കെ പോകുന്നുണ്ട്, ഓട്ടോറിക്ഷ കിട്ടുന്ന സംശയം. കാരണം തണുപ്പ് കൂടി കഴിഞ്ഞാൽ ആൾക്കാർ പുറത്തിറങ്ങൂല, കിട്ടേണ്ടതാണ്. വണ്ടിക്കാരും പുറത്തിറങ്ങൂല. അപ്പൊ നോക്കാം, നടക്കാം. ഓടെ 3 കിലോമീറ്ററില്ലേ? അത് ഒരു ഓട്ടോ പോന്നാ, അങ്ങോട്ട് പോകുന്നുണ്ട്, അങ്ങോട്ട് 2-3 ഓട്ടോ പോകുന്നുണ്ട്. കിട്ടുമായിരിക്കാം. അങ്ങനെ നമ്മൾ കമ്പനിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അടിപൊളി ഫുഡൊക്കെ കഴിച്ച് സൂപ്പറായി, സെറ്റായി. നല്ല തണുപ്പിട്ട് ഗായ്സ്, ഭയങ്കര അപ്പോൾ ഗൈസ് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.